ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അതിനായി ബേസ് കോട്ടായി കൊടുക്കാൻ വൈറ്റും ഗ്രീൻ കളറും കൂടെ മിക്സപ്പ് ചെയ്ത് ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേസ് കോട്ടായിട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 2 കോട്ട് കൊടുക്കണം. 2 കോട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അങ്ങനെ നമ്മുടെ പെയിൻറ്റ് ഡ്രൈ ആയി കിട്ടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ബഡ്സ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത്. ഇവിടെ 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റും പിന്നെ യെല്ലോയും. നമുക്ക് ബഡ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള അത്രയും പെറ്റൽസ് നമുക്ക് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഉപയോഗിക്കാം. നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്കിതുപോലത്തെ ഫ്ലവേഴ്സ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബഡ്സ് ഉപയോഗിക്കാത്തവർ വേണമെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫ്ലവേഴ്സ് മൊത്തം ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറേ ലീഫ് വരച്ചു കൊടുക്കാം. അതിനായി ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ലീവ്സ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് കുറേ ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ലീവ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീൻ കളറിൻ്റെ കൂടെ കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ലീവ്സിൽ നിന്നൊക്കെ പുറത്തുനിന്ന് വരുന്നതായിട്ട് കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. കൂടാതെ ഈ ഫ്ലവേഴ്സൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് വീണ്ടും ലൈൻസ് വരച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ബോട്ടിൽ വർക്ക് ചെയ്യാൻ നമുക്ക് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.